ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ്. പഞ്ചവത്സര പദ്ധതികൾ ഒരു പ്രത്യേക ആവശ്യത്തെ മുൻനിർത്തി 5 വർഷത്തേക്ക് സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതിയാണ്. പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജോസഫ് സ്റ്റാലിൻ റഷ്യൻ ഭരണാധികാരിയാണ്. 1928-29 സാമ്പത്തിക വർഷത്തിലാണ് റഷ്യയിൽ ആരംഭിക്കുന്നത്. ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്ന രാജ്യം റഷ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് പ്ലാനഡ് എക്കോണമി ഫോർ ഇന്ത്യ. എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയി ആചരിക്കുന്നു. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലെങ്കിൽ NDC എന്ന് പറയും ആണ്. 1952 ഓഗസ്റ്റ് 6-നാണ് NDC നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇത് ഒരു ഉപദേശക സമിതിയാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിച്ചത് 1938-ലാണ്. അധ്യക്ഷൻ നെഹ്റു ആണ്. സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസാണ്. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951-ലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.